മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇത് കേട്ടോ? ഇയാൾക്കൊക്കെ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? സംഘപരിവാർ ബന്ധമുള്ള ആളുകളെ ഉന്നത സ്ഥാനങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ എല്ലാവർക്കും സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധങ്ങൾ യുക്തമായ രീതിയിൽ അവതരിപ്പിക്കൽ അനിവാര്യമായ കാര്യമാണ്. അതാണ് പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതും ആ ഘടകകക്ഷികളിൽ നിന്ന് തന്നെ ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെട്ട് നമ്മൾ കാണുന്നത്. കേരളത്തെ ഒരു വർഗീയതയിലേക്ക് കൊണ്ടുപോകാതെ ജനാധിപത്യ രീതിയിൽ സൗഹൃദപരമായി കൊണ്ടുപോകണം എന്നത് നിശ്ചയദാർഢ്യതയുള്ളൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് വന്നിരുന്നു. അതാണ് കേരളത്തിലെ ജനം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഉന്നത സ്ഥാനത്ത് ഇരുത്താനുണ്ടായ സാഹചര്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും. വ്യതിചലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് തീർച്ചയായും നമ്മുടെ കടമയാണ്. അതാണ് ഇപ്പോൾ UDF ചേർന്നുകൊണ്ട് അവർ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? അതായത് ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ബന്ധമുള്ള വ്യക്തിയെയാണ് നിയമിച്ചത് എന്ന് പറഞ്ഞ് പ്രതിപക്ഷം രംഗത്തെത്തിയതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ജനാധിപത്യപരമായിട്ട് അവരുടേതായ പ്രതിഷേധമൊക്കെ ആയിട്ട് രംഗത്തെത്തിയതാണ്. അപ്പോ ഈ പറയുന്ന വ്യക്തി EK സമസ്തയുടെ നേതാവാണ്. അദ്ദേഹം വിളിച്ചു പറയുന്നത് സംഘപരിവാർ ബന്ധമുള്ള ആള് വന്നാൽ വർഗീയതയാണ് കേരളത്തിലെന്ന്. അതായത് പച്ചക്ക് ഭാരതീയ ജനതാ പാർട്ടിയെയും സംഘപരിവാർ സംഘടനകളെയും വർഗീയവാദികളെന്ന് EK സമസ്തയുടെ നേതാവാണ് ഈ വിളിച്ചു പറയുന്നത്. ഞാനൊരു കാര്യം ആദ്യമേ തന്നെ അങ്ങ് എടുത്തു പറയാം. സമസ്തയുടെ മത നേതാക്കന്മാർക്കൊക്കെ മതം പറഞ്ഞങ്ങ് പോയാൽ പോരെ. ഇത് ചോദിക്കുമ്പോഴേക്ക് ഇവരുടെ അണികൾ ചാടിവേട് വിളിച്ചു പറയും, എന്ത് മത നേതാക്കന്മാർക്ക് ജനാധിപത്യ രാജ്യത്ത് മറുപടി പറഞ്ഞൂടെ, രാഷ്ട്രീയ നിലപാട് പറഞ്ഞൂടെ എന്നൊക്കെ. അതെ, പറയാ. അങ്ങനെ പറഞ്ഞാല് നല്ല മറുപടി തിരിച്ചു കിട്ടും. ഒരു കണക്കും കയ്യും ഉണ്ടാവില്ല കിട്ടുന്നേരെ. അപ്പൊ പിന്നെ മതത്തിന്റെ ഇരുവാദം ഉന്നയിച്ച് ആരും വരരുത്. ഇന്ന് മതത്തിന്റെ നേതാവിനെ പറഞ്ഞോ എന്ന് പറഞ്ഞ് ആരും രംഗത്തേക്ക് വരരുത് എന്ന് കരുതിയാണ് രാഷ്ട്രീയപരമായിട്ട് മതനേതാവൊക്കെ ഈ പണിക്ക് ഇറങ്ങണോ എന്ന് ചോദിക്കുന്നത്. ഒന്ന്, ഈ മതവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് മതവാദം ഉന്നയിച്ച് സകല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു ചെയ്തും മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ അതേ പാതയിൽ സമസ്ത നേതാവ് ഇപ്പോ EK സമസ്തയും ഇപ്പോ രംഗത്തെത്തിയ എന്തേ സംഘപരിവാറുകാര് അതുമായി ബന്ധപ്പെട്ട ആളുടെ നിയമനം നടക്കുമ്പോഴേക്ക് ഇവിടെ വർഗീയത ഉണ്ടാവും എന്ന് പറയുമ്പോ ഈ രാജ്യം മൊത്തം വർഗീയതയാണ്. സംഘപരിവാറാണ് ഈ രാജ്യം ഭരിക്കുന്നത്. കേരളം ഈ രാജ്യത്തിന്റെ ഒരു ചെറിയൊരു സംസ്ഥാനം മാത്രം. ഈ രാജ്യം ഒന്നടങ്കം ഭരിക്കുന്നത് സംഘപരിവാറാണ്. ഈ രാജ്യത്തെ കേന്ദ്രമന്ത്രിമാർ സംഘപരിവാറാണ്. ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി സംഘപരിവാറാണ്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംഘപരിവാറാണ്. ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി സംഘപരിവാറാണ്. ഈ രാജ്യത്തെ സകലതും നിയന്ത്രിക്കുന്നത് സംഘപരിവാറാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. പിന്നെ ഉദ്യോഗസ്ഥന്മാര് കേരളത്തിൽ എടുത്തു കഴിഞ്ഞാലും ഇവിടെ പല പാർട്ടി, CPM ആയിക്കൊള്ളട്ടെ, മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ, BJP ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെ തന്നെ വിശ്വസിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. അപ്പൊ മികവുള്ള ഉദ്യോഗസ്ഥന്മാർ സംഘപരിവാറുകാരാണെങ്കിൽ അവരെ നിയമിക്കുന്നതിൽ എന്താണ് ഇവിടെ തെറ്റ്? എന്താണ് ഇവിടെ പ്രശ്നം? ഞാനൊരു കാര്യം അങ്ങ് എടുത്തു പറയാം. സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകള് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുണ്ട്. ഒരു തർക്കമില്ലാത്ത വിഷയം, ഒരു തർക്കം ആർക്കും തന്നെ വേണ്ട. മികവ് സംഘപരിവാർ ആളുകൾക്കുണ്ടെങ്കിൽ അവരെ നമ്മുടെ കേരള ജനതയ്ക്ക് വേണ്ടി പ്രയോഗിച്ചുകൂടെ? ഈ സമസ്ത നേതാവിനോട് പറയാനുള്ളത്, നിങ്ങൾ പച്ചക്ക് വർഗീയതയാണ് ഈ വിളിച്ചു പറയുന്നത്. സംഘപരിവാർ ഉദ്യോഗസ്ഥന്മാര്, സംഘപരിവാർ ബന്ധമുള്ള ഉദ്യോഗസ്ഥനെ നിയമിച്ചാൽ വർഗീയത കേരളത്തിലേക്ക് വരുമെന്നൊക്കെ പറയുന്നത് പച്ച വർഗീയതയാണ്. ഒരു മതനേതാവ് മറ്റൊരു മതവുമായി ബന്ധപ്പെട്ടത് വർഗീയത എന്ന് പറയുമ്പോ സ്വന്തം വർഗീയതയാണ് ഇവിടെ വെളിപ്പെടുന്നത് എന്നുള്ളതല്ലേ വലിയ യാഥാർത്ഥ്യം. ഈ മതനേതാവൊക്കെ AP അബൂബക്കർ മുസ്ലിയാരെ കണ്ടുപിടിക്കണം. ഒരു മതനേതാവ് എന്ന് പറഞ്ഞാൽ CPM-നോട്, BJP-യോട്, മുസ്ലിം ലീഗിനെ പറയാൻ പറ്റില്ല, അതൊരു മതപാർട്ടി, വർഗീയ പാർട്ടി, അതാണ് നിൽക്കുന്നത്. കോൺഗ്രസിനോട്, ഈ കോൺഗ്രസും BJP-യും CPM-നോടൊക്കെ തന്നെ ഒരേ ബന്ധത്തിൽ പോകുന്നതല്ലേ യഥാർത്ഥത്തിൽ മതനേതാക്കന്മാരൊക്കെ ചെയ്യേണ്ടത്? അപ്പോഴല്ലേ ഒരു പക്ഷമില്ലാതെ മതനേതാക്കന്മാർക്ക് എന്തൊരു പ്രതിസന്ധി വരുമ്പോഴും ഓടിപ്പോയിട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കുക? ഇത് സംഘപരിവാറിനെതിരെ സകലതും പറഞ്ഞ് പിന്നെ നാളെ പോയിട്ട് സഹായം ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? AP അബൂബക്കർ മുസ്ലിയാര് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ സംഘപരിവാർ വന്നാൽ വർഗീയതയോ എന്ന് പറയുന്ന EK സംസ്ഥയുടെ നേതാവ് കണ്ടുപിടിക്കണം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ
സംഘപരിവാറുകാരനായിട്ടുള്ള പ്രധാനമന്ത്രിയെ AP അബൂബക്കർ മുസ്ലിയാർ കണ്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിനാണല്ലോ രാജ്യത്തുടനീളം ഈ മധുവുമായി ബന്ധപ്പെട്ട് EK സംസ്ഥയേക്കാൾ അധികം സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ എല്ലാ രീതിയിലും ഇവിടെ സൗകര്യങ്ങൾ മുസ്ലിം മതത്തിനുണ്ട് എന്ന് AP അബൂബക്കർ മുസ്ലിയാർ തുറന്നടിച്ചിട്ടില്ലേ? ഈ രാജ്യത്തെ മുസ്ലിങ്ങള് സകല സൗകര്യങ്ങളിലും സുരക്ഷയിലും സമാധാനത്തിലുമാണ്. നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ മുസ്ലിങ്ങൾ സമാധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് AP അബൂബക്കർ മുസ്ലിയാർ രാജ്യത്തെ മുസ്ലിങ്ങളോട് വിളിച്ചു പറയുമ്പോ, രാജ്യത്തെ ജനങ്ങളോട് വിളിച്ചു പറയുമ്പോ, ഇവിടെ UDFന്റെ മൂട് താങ്ങിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ മൂട് താങ്ങിയായിട്ടുള്ള EK സമസ്ത പറയുന്നു, സംഘപരിവാർ ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്കൊന്ന് നിയമനം നടത്തുമ്പോഴേക്കും അത് സംഘപരിവാർ ബന്ധമുള്ളവർ വന്നാൽ വർഗീയതയോ എന്ന് പറയുന്നത് എവിടെ നിന്നിട്ടാ? കേരളത്തിൽ ഈ രാജ്യം തന്നെ ഭരിക്കുന്നത് സംഘപരിവാറാ. നിങ്ങൾക്ക് ഈ സംഘപരിവാറിനെതിരെ ഇതുപോലെ പറയാൻ സാധിക്കുന്നതും സംഘപരിവാറിന്റെ ആ ഒരു വിശാല മനസ്സ് തന്നെ. രാജ്യം ഒന്നടങ്കം ഭരിക്കുന്ന സംഘപരിവാറിനെതിരെ പോലും കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നതാണ് സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ ബോധ്യം, ജനാധിപത്യത്തിന്റെ മഹത്വം. ഓരോ തരത്തിലും ഓരോ രീതിയിലും ഇത് പറയരുതെന്നോ പറയണ്ട എന്നോ പറയണമെന്നോ അവർ പറയുന്നില്ല. ഈ ഒരു സ്വാതന്ത്ര്യമൊക്കെ EK സംസ്ഥയുടെ നേതാവ് കണ്ടുപിടിക്കണം. യഥാർത്ഥ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നത് സംഘപരിവാറാണ്. ഇവിടെ എല്ലാ മതങ്ങളെയും ഐക്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംഘപരിവാറാണ്. സംഘപരിവാർ ഭരിക്കുന്ന രാജ്യത്താണ് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിലും സുരക്ഷയിലും സൗകര്യത്തിലും മുന്നോട്ട് പോകുന്നത്. ഇത് വെറുതെ പറയല്ല. ഇറാൻ ഇക്കഴിഞ്ഞ ദിവസവും ഗൾഫ് രാജ്യങ്ങളിലേക്ക് UAE ആക്രമണം നടത്തിയിട്ടുണ്ട്. UAE ആളുകൾക്കറിയാം. ഇക്കഴിഞ്ഞ ദിവസം UAE ആക്രമണം നടത്തിയിട്ടുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യ UAE. അവിടെ മുസ്ലിങ്ങൾക്ക് സമാധാനമില്ല. ഇറാൻ അയക്കുന്ന മിസൈലും പേടിച്ച് നിൽക്കുക. അതേ സമയത്ത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഒരു കോപ്പിലെ ഇറാനും ഒരു മിസൈലും ഇങ്ങോട്ടേക്ക് അയക്കൂല. അതാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുവും ക്രിസ്ത്യാനിയും സകല മതത്തിൽപ്പെട്ട ആളുകളും സമാധാനത്തിൽ ജീവിച്ച് മുന്നോട്ട് പോവുക. ഈ സന്ദർഭത്തിലാണ് ഒരു ഉളുപ്പുമില്ലാതെ ഒരു മതനേതാവ് രംഗത്തെത്തിയിട്ട് സംഘപരിവാർ വന്നു കഴിഞ്ഞാൽ വർഗീയതയോ എന്ന് പറയുന്നത് എത്ര നെറുകേട. യഥാർത്ഥത്തിൽ സകല മുസ്ലിങ്ങളെയാണ് ഈ EK സമസ്തയുടെ നേതാവ് പറയിപ്പിക്കുന്നത്. ഏതായാലും AP അബൂബക്കർ മുസ്ലിയാർ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ മുസ്ലിങ്ങൾ സുരക്ഷിതത്തിലാണ്, വളരെ വലിയ സുരക്ഷയിലാണ്. സകല ആരാധനയും നരേന്ദ്രമോദിയുടെ ഭാരതത്തിൽ മുസ്ലിങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നു എന്ന് AP അബൂബക്കർ മുസ്ലിയാർ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായിട്ടുള്ള ഈ നേതാവ്, സംഘടനയുടെ നേതാവ് AP അബൂബക്കർ മുസ്ലിയാർ ആ സംഘപരിവാർ ഭരിക്കുന്നിടത്ത് മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോ EK ഉസ്താദ് പറയുന്നത്, EKയുമായി ബന്ധപ്പെട്ട ഈ പ്രധാനപ്പെട്ട നേതാവ് പറയുന്നത് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും വേണ്ടിയിട്ട് മറ്റേടത്ത് പണിയെടുക്കുന്നത് എന്നുള്ളതല്ലേ വളരെ വലിയ യാഥാർത്ഥ്യം. നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി പണിയെടുത്തോളൂ, മറ്റൊരു പാർട്ടിക്കെതിരെ പറഞ്ഞാൽ നന്നായിട്ട് ഇതുപോലെ മറുപടി കിട്ടുമെന്ന് ഏത് സമയത്താണെങ്കിലും ഈ EK സംസ്ഥയുടെ നേതാവൊക്കെ കൃത്യമായിട്ട് അങ്ങ് മനസ്സിലാക്കിക്കോളൂ.